കൊല്ലം ചെമ്മാൻമുക്കിൽ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഭാര്യയെ ഭർത്താവ് തീ കൊളുത്തി കൊന്നു. കൊട്ടിയം തഴുത്തല സ്വദേശിനി അനിലയാണ് മരിച്ചത്. അനില സഞ്ചരിച്ചിരുന്ന കാറിനുള്ളിലേക്ക് പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന സോണി എന്ന യുവാവിനും പൊള്ളലേറ്റിട്ടുണ്ട്. പിടിച്ചോട്ട് പോരെ. മേഡം ലെഫ്റ്റ് സൈഡിൽ കൂടെ അവർ ഒമനി ഓട്ടോയ്ക്ക് കയറിയാണ്. അപ്പോൾ അവർ ലെഫ്റ്റിലോട്ട് ഒതുക്കി നല്ലോണം ലെഫ്റ്റിലോട്ടേക്ക് ഈ പുള്ളി ഇതിനകത്ത് ഒരു പച്ചക്കളം ഷർട്ടായിരുന്നു. പുള്ളി എന്തോ സാധനം എടുത്ത് അതിനകത്ത് കയറുന്നിട്ട് ഇറങ്ങി ഓടി ചെയ്തു. അപ്പോഴെന്തോ പൊട്ടി ചെയ്ത് അതിനകത്ത് തന്നെ അപ്പോഴേ തീ വന്ന് കയറി ഞാനും ഞങ്ങൾ ഈ പോസ്റ്റിൻ്റെ അടുത്ത് ഞങ്ങൾ ആവുന്നത്രേ ഞങ്ങളെ കൊണ്ട് അവർ ആ കാരണത്ത് ഒരാളുണ്ടായിരുന്നു. അയാൾ ഇറങ്ങി ഓടിക്കളഞ്ഞു. മേഡം ലേഡി മാത്രമേ ഉള്ളായിരുന്നു. ആ ലേഡി അങ്ങോട്ട് വീഴുകയും ചെയ്തു. പെട്ടെന്ന് ഞങ്ങൾ കൈകൊണ്ട് പിടിച്ച് വലിച്ചു. അതുകൊണ്ട് അതിലേ പറ്റില്ല. ആ വീട്ടിലൊക്കെ പോയി ചോദിച്ചിട്ട് ഒരു വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ ഓടിയത് ഒന്നും കിട്ടിയില്ല. അതിനകത്ത് ഇത്ര ആൾക്കാർ കൂടി അപ്പോൾ അവർ 3 ട്രിപ്പ് അങ്ങ് പൊട്ടി. നിങ്ങൾ പെട്രോൾ വണ്ടി ആയിരുന്നു. 3 ട്രിപ്പ് പൊട്ടി. നമ്മൾ അടുത്തത് ചെല്ലുന്നാലും നമ്മളതിന് പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ പോയി കയ്യിൽ പിടിച്ച് ഞാൻ അവിടുന്ന് നേരെ ഇങ്ങോട്ട് കടപ്പാക്കടേക്ക് വരുന്ന വഴിയായിരുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് തീ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ 2 വണ്ടി എത്തുന്നത് കണ്ട് വണ്ടി പെട്ടെന്ന് ഒതുക്കി നിർത്തി. ആ സമയത്ത് കുറച്ച് പേരേ ഉള്ളൂ. വണ്ടി കൊണ്ടുവന്ന് നിർത്തി. അപ്പോഴേക്ക് തീ പെട്ടെന്നങ്ങ് കൂടിയെങ്കിലും നമ്മൾ അടുത്തോട്ട് ചെന്ന ആ ഒരു സ്ത്രീ ഡോറിൽ നിന്ന് ആ സ്ത്രീ പെട്ടെന്ന് മറിഞ്ഞു വീഴുന്നു. അപ്പോൾ ജസ്റ്റ് ആ സ്ത്രീക്ക് തീ പിടിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ അടുത്തോട്ട് ചെന്ന് അവരെ സംരക്ഷിക്കാൻ നോക്കുന്നെങ്കിലും തീ അങ്ങ് കൂടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ സഹായിക്കാനൊന്നും സാധിച്ചില്ല. നമ്മൾ ഓടി എടുക്കുന്നെങ്കിലും ഒരു പുരുഷൻ ഇവിടെ കൂടെ നിന്നിട്ട് അദ്ദേഹം പലരെയും ഫോൺ വിളിക്കുന്നുണ്ട്. എടാ അവൾ തീർന്നടാ എന്നുള്ള രൂപത്തിലേക്ക് വിളിച്ച് അവർ വളരെ വിഷമം അറിയിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി അടുക്കാൻ കഴിയുന്നില്ലായിരുന്നു. അത്രക്ക് തീയായിരുന്നു. കാരണം ഇപ്പോഴത്തെ ആ ഒരു ഇടിയും നമ്മൾ പിന്നെ വരുന്ന സമയത്തുണ്ടാവുന്ന ചെറിയ തീയും കണ്ടിട്ട് ഇതൊരു അടുത്തേക്ക് എടുക്കുമ്പോൾ വലിയ തീയിലേക്ക് മാറി. അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ഞാൻ വരുന്ന സമയത്ത് ഒരു 3 പേര് ഉണ്ടായിരുന്നു. അതിൽ ആ സ്ത്രീ മറിഞ്ഞ് അതിനകത്തേക്ക് വീണു. പിന്നെ ഒരു പരാക്രമം കാണിച്ചുകൊണ്ടൊരു പുരുഷനുണ്ടായിരുന്നു. പിന്നെ ഒരു മനുഷ്യനെ അങ്ങോട്ടേക്ക് നീങ്ങി. പക്ഷെ പിന്നെ ഞാൻ അദ്ദേഹത്തിനെ നമ്മളിവരെ നോക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ശ്രദ്ധിക്കുന്നില്ലല്ലോ. തീ ആളിക്കത്തി. നമ്മൾ ആ സ്ത്രീനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ മറ്റേ ആൾക്കാരെ നോക്കുന്നില്ലല്ലോ, ശ്രദ്ധിക്കുന്നില്ലല്ലോ.